Dear students, today we are starting with our area types of shares. Mainly, shares are classified into two: preference shares and equity shares. And equity shares includes equity shares issued by company limited by shares or set equity shares. These are the two kinds of equity shares. We will discuss these items in detail. The first one is preference share. Preference shares are those shares which carry the following preferential rights. അതായത് രണ്ട് തരം മുൻഗണനകളുള്ള പ്രിഫറൻസുകളുള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ആ രണ്ട് റൈറ്റുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് അറ്റ് എ സ്പെസിഫിക് റേറ്റ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ദ ഇക്വിറ്റി ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്പെസിഫിക് റേറ്റിൽ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് ആദ്യം ഡിവിഡൻഡ് കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർസിനാണ്. അതും ഒരു സ്പെസിഫിക് റേറ്റിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ആ പ്രിഫറൻസ് ഷെയർ എമൗണ്ടിൻ്റെ 10% ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, ദ റൈറ്റ് ടു റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബിഫോർ എനിത്തിങ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയുടെ ക്ലോഷർ വൈൻഡിങ് അപ്പ് സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോഴും ആദ്യം ഇക്വിറ്റി ഷെയർസിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർസിൻ്റെ ക്യാപിറ്റൽ കൊടുക്കണം. So preference shares are those shares which carry two preferential rights. First one, the right to receive dividend at a specific rate before any dividend is paid to equity shares. And secondly, the right to repayment of capital before anything is paid to equity shareholders. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുൻഗണനകളുള്ള ഡിവിഡൻഡ് കിട്ടുമ്പോഴും ക്യാപിറ്റൽ റീപേയ്മെൻറ്റിലും മുൻഗണനകളുള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയറിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ എന്നാണ്. പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറുകളാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയറിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, നോ പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പ്രിഫറൻസ് ഷെയറിൽ പറഞ്ഞ പോലുള്ള രണ്ട് പ്രിഫറൻസുകളുള്ള, അതായത് നോ പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് സെക്കൻഡ് വൺ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ രണ്ടിലും പ്രിഫറൻസുകൾ ഇല്ലാത്ത ഷെയർസാണ്. സെക്കൻഡ്, നോ അഷ്വറൻസ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് കിട്ടും എന്ന് ഉറപ്പില്ല. പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇൻ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർ ദേ ആർ പെയ്ഡ് എ ഫിക്സഡ് റേറ്റ്. ഇപ്പോൾ 12% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ എമൗണ്ടിൻ്റെ 12% ആണ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ അങ്ങനെയല്ല. എത്ര എമൗണ്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ കിട്ടുമെന്നോ ഒന്നുമില്ല. അതായത് എല്ലാവർക്കും കൊടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് റെസിജ്വൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കിട്ടുന്നവരാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ്. ആൻഡ് തേർഡ്, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ത്രൂ വോട്ടിംഗ് റൈറ്റ്. മറ്റൊരു പ്രത്യേകത, കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് ദേ ആർ ഹാവിങ് വോട്ടിംഗ് റൈറ്റ്സ്. വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അതേസമയം പ്രിഫറൻസ് ഷെയർ, ജനറലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത ആളുകളാണ്. The next, equity shareholders are the last claimants to their capital contribution in the event of winding up. കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത്, വൈൻഡിങ് അപ്പ്, ക്ലോഷർ സമയത്ത് ലാസ്റ്റ് ക്ലെയിമൻ്റ് ആണ്. ക്യാപിറ്റലിലെ കോൺട്രിബ്യൂഷനിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ അവസാന ക്ലെയിമൻറ്റുകളാണ്. അതായത് കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ പേയ്മെൻറ്റുകളും കഴിഞ്ഞ് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇക്വിറ്റി ഷെയർസിന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ രണ്ട് ഷെയർസാണ് പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഷെയർ ക്യാപിറ്റൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ദ ക്യാപിറ്റൽ കളക്റ്റഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റൽ നമ്മുടെ അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ക്ലാസിഫൈഡ്. ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ പല രീതിയിൽ പലതായി ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ്
ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ദെൻ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇത്രയും ക്യാപിറ്റലുകൾ നമ്മൾ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരെയുള്ള എമൗണ്ടുകൾ നമ്മൾ സ്പെസിഫിക്കായി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ കളക്റ്റഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഓതറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ കളക്ട് ചെയ്യാൻ, പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യാൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ് ബൈ എ കമ്പനി. ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്. ഈ ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിയുടെ ക്യാപിറ്റൽ ഇത്ര രൂപയായിരിക്കും എന്ന് എഴുതി ചേർക്കും. അങ്ങനെ എഴുതി ചേർക്കുന്ന ക്യാപിറ്റലാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇതിന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, നോമിനൽ ക്യാപിറ്റൽ എന്ന് കൂടി പറയും. നോമിനൽ ക്യാപിറ്റൽ, നോമിനൽ എന്ന് പറയുമ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ക്യാപിറ്റൽ ഒരിക്കലും കമ്പനി കളക്ട് ചെയ്തോളണം എന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 crores വെച്ച് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി പലപ്പോഴും അവരുടെ റിക്വയർമെൻറ്റ് 5 crores ആയിരിക്കാം. 10 crore അത് മാക്സിമം എമൗണ്ടാണ്, അവിടെ കെടുക്കട്ടെ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന എമൗണ്ടാണ്. കമ്പനി കളക്ട് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു 2 crore 5 crore ഒക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ കളക്ട് ചെയ്യാതെ പേരിന് മാത്രം എഴുതുന്ന എമൗണ്ടാണ് മാക്സിമം എമൗണ്ട്. അതിനെയാണ് നമ്മൾ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ maximum amount of capital that can be collected by a company is called authorized capital. It is also called registered capital, nominal capital, etc. Okay. The second type of capital is issued capital. നമ്മളിങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത എമൗണ്ട് നമ്മൾ പറഞ്ഞു മുഴുവൻ കളക്ട് ചെയ്തോളണമെന്നില്ല അല്ലേ, അത് മാക്സിമം എമൗണ്ടാണ്. ഇതിൽ നിന്നും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakhs ആണ്. ഈ 10 lakhs ഒരിക്കലും കമ്പനിക്ക് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കമ്പനി കളക്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 5 lakh ഇഷ്യൂ ചെയ്യുന്നു. ഈ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അല്ലേ, ഇപ്പോൾ കമ്പനി 10 ലക്ഷം രൂപയുള്ള കമ്പനി 6 lakhs പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നു എങ്കിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെ നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 6 lakhs ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 lakhs ഇഷ്യൂ ചെയ്യാതെ കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ്. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ ഇങ്ങനെ പബ്ലിക്കിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 lakhs rupeesൻ്റെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണ്, കമ്പനി പരസ്യം ചെയ്യുകയാണ്, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 6 ലക്ഷം രൂപയാണ് വാല്യൂ, ഒരു ഷെയറിന് 10 രൂപയാണ് അല്ലെങ്കിൽ 100 രൂപയാണ്, 60,000 ഷെയർസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ ഷെയർസ് മുഴുവൻ പബ്ലിക് വാങ്ങിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 lakhsൻ്റെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷെ പബ്ലിക്ക് ഇതിൽ നിന്നും 5 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു, ബാക്കി 1 ലക്ഷം രൂപ പർച്ചേസ് ചെയ്യാതെ കൊടുക്കുന്നു. ഓക്കെ, ഈ കേസിൽ ഈ 5 lakhs ഷെയർസിനെ വിളിക്കുന്ന പേര് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. 1 lakhന് വിളിക്കുന്ന പേര് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഓരോന്നിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ദ പബ്ലിക്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
that part of issued capital that is subscribed by the public. That part of issued capital subscribed by the public. Unsubscribed capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that part of issued capital not subscribed by the public. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പാർട്ടിന് നമ്മൾ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ 5 lakhs പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുക ഈ 5 lakhs ഇപ്പോൾ ഒരു 50,000 ഷെയർസ് ഇൻറ്റു 10 ആണെന്ന് വിചാരിക്കുക. 10 രൂപയുടെ 50,000 ഷെയർസാണ് എന്ന് വിചാരിക്കുക. ഈ കേസിൽ ഈ ഒരു 50,000 ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനി 50,000 ഇൻറ്റു 10 5 lakhs റുപ്പീസ് ഒറ്റയടിക്ക് കളക്ട് ചെയ്യില്ല. കമ്പനി അത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കളക്ട് ചെയ്യാം. കമ്പനി ചിലപ്പോൾ അപ്ലിക്കേഷൻ്റെ കൂടെ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കോൾ മണി ആയിട്ട് ഒക്കെ ഇങ്ങനെ ഓരോ ഗഡു ആയിട്ട് പർച്ചേസ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ 5 lakhs നമ്മൾ ആളുകൾ ഷെയർ വാങ്ങാൻ വിചാരിച്ചെങ്കിലും ഈ 5 lakhsൻ്റെ മൊത്തം എമൗണ്ട് കമ്പനി കളക്ട് ചെയ്യില്ല. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ 5 lakhs റുപ്പീസ് ഏതായാലും ആളുകൾ 50,000 ഷെയർ ഹോൾഡേഴ്സ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ 50,000 ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കമ്പനി 10 രൂപയ്ക്ക് പകരം 8 രൂപ മാത്രം വാങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ 4 lakhs ആണ് കമ്പനി പബ്ലിക്കിൽ നിന്ന് കോൾ ചെയ്യുന്നത്. അതായത് 8 രൂപ മാത്രം അടക്കാൻ കമ്പനി പറയുന്നുള്ളൂ, ബാക്കി 2 രൂപ കമ്പനി ആവശ്യപ്പെട്ടിട്ടില്ല. കമ്പനി പബ്ലിക്കിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ്ഡിനെ വീണ്ടും 2ആയി കാറ്റഗറൈസ് ചെയ്യും. സബ്സ്ക്രൈബ്ഡ് നമ്മൾ പറഞ്ഞു, സബ്സ്ക്രൈബ്ഡിൻ്റെ പ്രത്യേകത ഷെയർ വാങ്ങാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇതിൽ നിന്നും കമ്പനി 4 lakhs മാത്രം ഇപ്പോൾ അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. 1 lakh ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പബ്ലിക്കിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുന്ന പാർട്ടിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കോൾഡ് അപ്പ് ബൈ ദ കമ്പനി. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ നിന്നും കമ്പനി കോൾ ചെയ്ത പാർട്ട് അല്ലേ, നമ്മൾ പറഞ്ഞു 8 രൂപയാണ് കമ്പനി അടക്കാൻ ആവശ്യപ്പെട്ടത്, ബാക്കി 2 രൂപ പിന്നീട് കളക്ട് ചെയ്യുള്ളൂ കമ്പനി. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെട്ട ക്യാപിറ്റലിനെ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുക? ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കോൾഡ് അപ്പ് ബൈ ദ കമ്പനി. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ്ഡിൻ്റെ ബാക്കി 1 lakhനെ വിളിക്കുന്ന പേര് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നോട്ട് കോൾഡ് ബൈ ദ കമ്പനി. കോൾഡ് അപ്പ് അല്ലാത്ത പാർട്ടിനെയാണ് നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിപ്പോൾ 50,000 ഇൻറ്റു 8 4 lakhs പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറയുന്നു. പക്ഷേ ഈ 4 lakhs എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൊടുത്തോളണമെന്നില്ല. ഒരു ഷെയർ വാങ്ങാനൊക്കെ തയ്യാറായി, പക്ഷേ ചിലപ്പോൾ ഒരു അപ്ലിക്കേഷൻ മണി തന്നിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റ് മണി തന്നിട്ടുണ്ടാവും, പക്ഷേ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ചിലപ്പോൾ അവർക്ക് അടക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ ഈ 50,000 ഷെയർ ഹോൾഡേഴ്സിൽ 1,000 ഷെയർ പർച്ചേസ് ചെയ്ത ആൾ ചിലപ്പോൾ ഒരു 2 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ചപ്പോൾ 2,000 രൂപ ഇയാൾക്ക് തരാൻ പറ്റിയില്ല എന്ന് പറയും. ഈ 2,000 രൂപയെ വിളിക്കുന്ന പേര് അൺപെയ്ഡ് ക്യാപിറ്റൽ എന്നാണ്. ഈ 4 ലക്ഷം രൂപയിൽ നിന്ന് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് 2,000 രൂപയുണ്ട്. ഈ 2,000 കഴിച്ച് ബാക്കിയുള്ള പൈസേനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 lakh റുപ്പീസ്, ഈ 4 lakh റുപ്പീസിൽ നിന്ന് 3,88,000 രൂപ അല്ലേ, 2,000 കഴിച്ച് 3,88,000 രൂപ പെയ്ഡപ്പാണ് അല്ലേ. ഈ ക്യാപിറ്റലിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ബാലൻസ് ഒരാൾ അടക്കാത്ത പൈസയുണ്ട് 2,000 രൂപ, ഇതിനെ വിളിക്കുന്ന പേര് അൺപെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? ദാറ്റ് പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ paid up by the shareholders. That part of called up capital paid by the shareholders. Unpaid capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that part of called up capital not paid by the shareholders.
ഓക്കെ, ഇനി ഇതല്ലാതെ ഒരു പാർട്ട് കൂടിയുണ്ട്. ഓക്കെ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയർ അല്ലേ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ ലെസ് ചെയ്യുക. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപെയ്ഡ് ക്യാപിറ്റലാണ്. നമ്മൾ പറഞ്ഞു ഈ 2000 രൂപ അതാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ. ദാറ്റ് അൺപെയ്ഡ് ക്യാപിറ്റൽ 2000 ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയർ. അപ്പോൾ നമ്മൾ കോൾഡ് അപ്പ് 5 lakh, അതിൽ നിന്ന് കോൾസ് ഇൻ അരിയർ 2000 ലെസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് 3,98,000. ഇനി ഒരു സാധനം കൂടിയുണ്ട്, റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് ലാബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺകോൾഡ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു 10 lakhs ഓതറൈസ്ഡ്, അതിൽ നിന്നും 6 lakh ഇഷ്യൂഡ്, 4 lakh അൺഇഷ്യൂഡ്, ദെൻ 5 lakh സബ്സ്ക്രൈബ്ഡ്, 1 lakh അൺസബ്സ്ക്രൈബ്ഡ്, ദെൻ അഗെയിൻ 4 lakh കോൾഡ് അപ്പ്, ദെൻ 1 lakh അൺകോൾഡ് ക്യാപിറ്റൽ. ഈ 1 lakh അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പനി കോൾ ചെയ്യാതെ വെച്ച 1,00,000 രൂപയാണ്. ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് നമ്മളിപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളാണെങ്കിൽ 50,000 ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 8 രൂപയെ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി 2 രൂപ ചോദിച്ചിട്ടില്ല. ഈ 2 രൂപ അൺകോൾഡ് ക്യാപിറ്റലാണ്. ഈ 2 രൂപയെ നമ്മൾ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്യും. അതായത് അൺകോൾഡ് ക്യാപിറ്റലിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യും, റിസർവ് ക്യാപിറ്റൽ ആൻഡ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ. ഈ 2 × 50,000 1,00,000 രൂപയുണ്ട്. ഇതിൽ നിന്നും ഒരു പാർട്ട് ചിലപ്പോൾ കമ്പനി റിസർവ് ക്യാപിറ്റലാക്കി മാറ്റി വെക്കും. റിസർവ് ക്യാപിറ്റൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ റിസർവ്ഡ് ബൈ ദ കമ്പനി ടു ബി കളക്റ്റഡ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ക്ലോഷർ, വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ പ്രൊസീജിയറാണ്. ഈ ലീഗൽ പ്രൊസീജിയറിന് അത്യാവശ്യം പൈസ ചിലവുണ്ട്. ഈ ലീഗൽ പ്രൊസീജിയർ നടത്താൻ വേണ്ടി കമ്പനി മാറ്റി വെക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ റിസർവ് ചെയ്യാതെ മാറ്റി വെച്ചതിനെ നമ്മൾ അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഈ റിസർവ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത അല്ലേ, റിസർവ് ലയബിലിറ്റി ഓഫ് ലിമിറ്റഡ് കമ്പനി ഈസ് ഒമിറ്റഡ് ഇൻ ദ കമ്പനീസ് ആക്ട് 2013. അതായത് 1956 പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം അതുണ്ടായിരുന്നു. പക്ഷേ 2013 കമ്പനീസ് ആക്ടിൽ ഈ സാധനം ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിവേ ക്യാപിറ്റൽ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പാർട്ട് ഇതേപോലെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാബിലിറ്റീസ് കാണിക്കുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് താഴെ ഷെയർ ക്യാപിറ്റൽ എന്ന് കാണിച്ചുകൊണ്ട് ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എഴുതണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 10 lakhs ആയിരുന്നു, 10 lakhs എഴുതി. നെക്സ്റ്റ് ഇഷ്യൂഡ് ക്യാപിറ്റൽ 6 lakhs എഴുതണം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 5 lakhs ആയിരുന്നു, 5 lakhs എന്ന് എഴുതണം. നെക്സ്റ്റ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ 4 lakhs അല്ലേ, ഫോൾഡ് അപ്പ് ക്യാപിറ്റൽ 4 lakhs ആയിരുന്നു, 4 lakh എഴുതി. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3,98,000 ആയിരുന്നു, 3,90,000. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അപ്പോൾ ഇതിലൊരു ചെറിയ പ്രോബ്ലം ഉള്ളത്, ഈ എമൗണ്ട് എല്ലാം കൂടി ഇങ്ങനെ എഴുതി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ എമൗണ്ട് ആയിരിക്കാം. ഇതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാലും അതൊന്ന് ഡബിൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ഇത് ടോട്ടലിന് പരിഗണിക്കേണ്ടതില്ല. 6 lakhs അണ്ടർലൈൻ ചെയ്യാം, 5 lakhs അണ്ടർലൈൻ ചെയ്യാം, കോൾഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർലൈൻ ചെയ്യാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രം ഇങ്ങനെ നിർത്തുക. അപ്പോൾ ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ 3,98,000 അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രം അവിടെ നിർത്തിയാൽ മതി. ഓക്കെ, ഇനി ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അതൊരു 5 lakhs ആണ്. അത് ഓതറൈസ്ഡും ഇഷ്യൂഡും സബ്സ്ക്രൈബ്ഡും കോൾഡപ്പും പെയ്ഡപ്പും ഒക്കെ 5 lakh ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്,
ഇനിയിപ്പോൾ രണ്ടെണ്ണം സെയിം ആണെന്ന് വിചാരിക്കുക. ഓതറൈസ്ഡും ഇഷ്യൂഡും 5 lakh ആണ്. അതേസമയം സബ്സ്ക്രൈബ്ഡ് കോൾഡപ്പൊക്കെ വ്യത്യാസമാണെങ്കിൽ ഓതറൈസ്ഡ് ആൻഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ 5 lakhs അണ്ടർലൈൻ ചെയ്തു. ഇനി സബ്സ്ക്രൈബ്ഡ് കോൾഡപ്പ് ആൻഡ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഇത് 4 lakh ആണെന്ന് വിചാരിക്കുക. 4 lakh എഴുതി. അവസാനത്തെ അണ്ടർലൈൻ ചെയ്യരുത്, അവസാനത്തെ നമ്മൾ ടോട്ടലിന് വേണ്ടി പരിഗണിക്കും. ഓക്കെ. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കുകയും ഇതേ രൂപത്തിൽ ബാലൻസ് ഷീറ്റിൽ എഴുതുകയും വേണം. ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. മാക്സിമം എമൗണ്ടിന് ഓതറൈസ്ഡ് എന്ന് പറയുന്നു. ഓതറൈസ്ഡ് നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യും, ഇഷ്യൂഡ് അൺഇഷ്യൂഡ്. ഇഷ്യൂഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും, സബ്സ്ക്രൈബ്ഡ് അൺസബ്സ്ക്രൈബ്ഡ്. സബ്സ്ക്രൈബ്ഡിനെ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്യും, കോൾഡപ്പ് അൺകോൾഡ് ക്യാപിറ്റൽ. കോൾഡപ്പിനെ 2ആയി ക്ലാസിഫൈ ചെയ്യും, പെയ്ഡപ്പ് ക്യാപിറ്റൽ അൺപെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ. അൺകോൾഡ് ക്യാപിറ്റലിനെ 2ആയി ക്ലാസിഫൈ ചെയ്യും, റിസർവ്ഡ് ആൻഡ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഇതിൻ്റെ ഡെഫിനേഷൻ പഠിക്കാൻ വളരെ ഈസിയാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ് ബൈ എ കമ്പനി. ഇഷ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ആണെങ്കിൽ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ആകുമ്പോൾ ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. കമ്പനിയല്ല സബ്സ്ക്രൈബ് ചെയ്യുക, പബ്ലിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കോൾഡപ്പ് ആണെങ്കിൽ ദാറ്റ് പാർട്ട് ഓഫ് കോൾഡപ്പ് ക്യാപിറ്റൽ ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കോൾഡ് ബൈ ദ കമ്പനി. കമ്പനിയാണ് കോൾ ചെയ്യുക. പെയ്ഡപ്പ് ആകുമ്പോൾ ദാറ്റ് പാർട്ട് ഓഫ് കോൾഡപ്പ് ക്യാപിറ്റൽ പെയ്ഡ് ബൈ ദ പബ്ലിക്. ഓക്കെ. കോൾസ് ഇൻ അരിയർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് കോൾഡപ്പ് ക്യാപിറ്റൽ നോട്ട് പെയ്ഡ് ബൈ ദ പബ്ലിക്. റിസർവ് ക്യാപിറ്റൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് അൺകോൾഡ് ക്യാപിറ്റൽ റിസർവ്ഡ് ബൈ ദ കമ്പനി ടു ബി കോൾഡ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഓക്കെ. ഇങ്ങനെ റിസർവ് ചെയ്യാത്തതിന് അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ദിസ് ഈസ് റിഗാർഡിംഗ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.